ഒരുപാട് വിഷമത്തോടെയാണ് ആ അച്ഛൻ അന്ന് എന്നോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ടീച്ചറെ, ഞാൻ രാപകലില്ലാതെ പണിയെടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയൊരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നുപോയാൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതുപോലെ അവർ സംസാരിക്കും. എനിക്ക് ടെൻഷൻ വന്നാൽ, മക്കൾ പഠിക്കാതെ വരുമ്പോൾ വീട്ടിൽ അമ്മയും മക്കളും കൂടി ഉണ്ടാക്കുന്ന വഴക്ക്, അതെന്നെ എത്രമാത്രം തളർത്തുന്നുണ്ടെന്ന് ടീച്ചർക്കറിയാമോ? ഈ വാക്കുകളിൽ ഒരച്ഛൻ്റെ കോപമല്ല ഞാൻ കേട്ടത്, അച്ഛൻ്റെ ഭയമാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടത് ചെയ്യാൻ എനിക്ക് കഴിയാതെ വരുമോ എന്ന ഭയം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരും കാണുന്നില്ലേ എന്ന വേദന, ഈ വീട്ടിൽ എനിക്ക് സമാധാനമായി ഇരിക്കാൻ ഒരിടമുണ്ടോ എന്ന ചോദ്യം. ഞാൻ എന്ന അച്ഛൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? പല അച്ഛന്മാരും കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, പണം കണ്ടെത്തുന്നു, ബില്ലുകൾ അടയ്ക്കുന്നു, മക്കളുടെ പഠനം നോക്കുന്നു, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. പക്ഷേ അവരുടെ ഉള്ളിലെ ടെൻഷൻ പലപ്പോഴും ആരും കാണാറില്ല. വീട്ടിലെ വഴക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം പുറത്ത് മിണ്ടാതിരിക്കാം. പക്ഷെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും, എൻ്റെ കുട്ടികളുടെ ഭാവി എന്താവും? എൻ്റെ ഭാര്യ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? ഈ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഒരച്ഛൻ എല്ലായ്പ്പോഴും പ്രശ്നം പരിഹരിക്കാൻ അറിയുന്ന ഒരാളാവണമെന്നില്ല. ചിലപ്പോൾ അയാളും തകർന്നിരിക്കാം. ചിലപ്പോൾ ചെറിയൊരു മറവി ഉത്തരവാദിത്തക്കുറവല്ല. മനസ്സിൽ ഒരേ സമയം അനവധി ഭാരങ്ങൾ ചുമക്കുന്നതിൻ്റെ ഫലമായിരിക്കാം. വീട്ടിലെ വഴക്ക് അച്ഛനെ എങ്ങനെ ബാധിക്കും? അമ്മയും മക്കളും പഠനത്തിന്റെ പേരിൽ നിരന്തരം വഴക്കിടുമ്പോൾ അച്ഛന് രണ്ടു വശത്തേക്കും വലിക്കപ്പെടുന്നത് പോലെ തോന്നാം. ഭാര്യയെ പിന്തുണച്ചാൽ കുട്ടിക്ക് തോന്നും അച്ഛനും അമ്മയും ഒരു ഭാഗമാണ്. കുട്ടിയെ പിന്തുണച്ചാൽ ഭാര്യ പറയും, എൻ്റെ വിഷമം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ മൗനം തിരഞ്ഞെടുക്കാം. പക്ഷെ ആ മൗനം സമാധാനമല്ല കേട്ടോ, അത് പലപ്പോഴും ഹെൽപ്ലെസ്നെസ് ആണ്. ആരെയും വേദനിപ്പിക്കാതെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന ആശയക്കുഴപ്പം. അമ്മയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ്? ആദ്യം അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളെ കാണുക. വലിയ പ്രശംസയുടെ ഒന്നും ആവശ്യമില്ല, ഒരു ചെറിയ വാക്ക് മതി. നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഒരു പുഞ്ചിരിയോടെ വൈകുന്നേരം വരുമ്പോൾ രണ്ടാൾക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം, ഒരു ചായ കുടിക്കാം. ഇതൊക്കെ അദ്ദേഹത്തിനും ഇഷ്ടമായിരിക്കും. അദ്ദേഹം ഒരു കാര്യം മറന്നുപോയാൽ, സാരമില്ലെന്നേ, നമുക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെ നാളെ വാങ്ങാം എന്ന് പറയാമല്ലോ അമ്മയ്ക്ക്. നിങ്ങൾക്ക് കുടുംബത്തെക്കുറിച്ച് ഒരു ശ്രദ്ധയുമില്ല എന്ന വാക്ക് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം താഴ്ന്നു പോകും മുന്നില്, കുഞ്ഞുങ്ങളുടെ മുന്നില്. അദ്ദേഹത്തിന്റെ മുഴുവൻ വ്യക്തിത്വത്തെയും കുറ്റപ്പെടുത്താതെ സംസാരിക്കുവാൻ അമ്മ ശ്രദ്ധിക്കുക. തിരിച്ചും അമ്മയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അച്ഛനും സംസാരിക്കാം. ഇതൊക്കെ കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. പഠനത്തിന്റെ പേരിൽ വഴക്കു തുടങ്ങുമ്പോൾ അച്ഛനെ വിധികർത്താവാക്കാതിരിക്കുക. അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയരുത്. ആദ്യം അമ്മയും കുട്ടിയും ശാന്തരാകുക, പിന്നീട് കുടുംബവുമായി സംസാരിക്കുക. ഇതാരുടെ തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ഇതെങ്ങനെ പരിഹരിക്കാം എന്നാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഒരു കുട്ടികൾക്കും പഠിക്കാനാവില്ല. അതവരുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. മക്കൾക്ക് എന്താണ് ചെയ്യാവുന്നത്? മക്കൾക്ക് അച്ഛൻ്റെ ക്ഷീണം കാണാൻ പഠിക്കാം. അച്ഛൻ വീട്ടിലെത്തിയ ഉടൻ പരാതികളുടെ പട്ടിക പറയാതെ കുറച്ച് സമയം കൊടുക്കാം. ചിലപ്പോൾ ചോദിക്കാം, അച്ഛാ, ഇന്നെന്തുണ്ടായിരുന്നു അച്ഛൻ്റെ ഓഫീസിൽ വിശേഷം? അച്ഛനോട് ചോദിച്ചുകൂടെ? അങ്ങനെ എത്ര പേര് ചോദിക്കാറുണ്ട്? അച്ഛൻ എന്തെങ്കിലും മറന്നാൽ, അച്ഛാ, നാളെ ഞാനത് ഓർമ്മിപ്പിച്ചു കൊള്ളാമെന്ന് പറയാം. അച്ഛന് ഒന്നിലും ശ്രദ്ധയില്ല എന്ന് ലേബൽ കൊടുക്കരുത്. അച്ഛൻ ഫിനാൻഷ്യൽ പ്രൊവൈഡർ മാത്രമല്ല, അതിനപ്പുറത്ത് അദ്ദേഹത്തിനും വികാരങ്ങളുണ്ട്, ക്ഷീണമുണ്ട്, അമ്മയും മക്കളെയും നോക്കണമെന്നുള്ള ആരോഗ്യമുണ്ട്, അച്ഛനെ ആരെങ്കിലും കേൾക്കണമെന്ന ആവശ്യവുമുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കണം മക്കള്. അച്ഛന് ചെയ്യാവുന്ന കാര്യങ്ങൾ അച്ഛനെല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കേണ്ട, ദേഷ്യമായി പൊട്ടിത്തെറിക്കേണ്ട. അച്ഛന് പറയാം, ഈ വീട്ടില്
നിങ്ങൾ നിരന്തരം ഇങ്ങനെ പഠനത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്കൊരുപാട് ടെൻഷൻ വരുന്നുണ്ട്. അതെൻ്റെ ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. തുറന്ന് പറയണം. എനിക്ക് കുറച്ച് സമയം ശാന്തമായി ഇരിക്കണം. അതിനുള്ള ഇടം വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഒരുക്കിക്കോളൂ. പറയാമല്ലോ അമ്മയോടും മക്കളോടും. ഒരമണിക്കൂർ അതൊരു ഫാമിലി ടൈമായിട്ട് ഉപയോഗിക്കാം. അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ പിന്നീട് അവർ ശാന്തമായി ഇരിക്കുന്ന സമയത്ത് തുറന്നു പറയണം, അച്ഛൻ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നതുകൊണ്ടല്ല മിണ്ടാതിരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ വഴക്ക് കാണുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പോകുന്നു. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റും. ഈ വാക്കുകൾ മാത്രം മതി കുടുംബത്തിന് അച്ഛൻ്റെ ഉള്ളിലെ മനുഷ്യനെ കാണാൻ. ഉള്ളിലൊതുക്കി ജീവിക്കാതെ അനാവശ്യമായി ദേഷ്യം പ്രകടിപ്പിക്കുവാൻ അവസരം ഉണ്ടാക്കാതെ എങ്ങനെ കോൺഷ്യസ് പേരന്റിങ്ങിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിൽ സമാധാനം നിലനിർത്താമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ വീട്ടിൽ ആരും ശത്രുക്കളല്ല. അമ്മ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു, അച്ഛൻ കുടുംബത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്നു, കുട്ടി തനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഭയപ്പെടുന്നു. 3 പേരുടെയും ദേഷ്യത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നയാളാരാണ്? ഭയം. ആ ഭയം തിരിച്ചറിഞ്ഞാൽ വീട്ടിലെ വഴക്ക് ഒഴിവാക്കാം. കുറ്റപ്പെടുത്തലിന് പകരം സംസാരിക്കാൻ തുടങ്ങാം. തുറന്ന് സംസാരിക്കാൻ തുടങ്ങാം. ഇന്നും പല അച്ഛന്മാരും അവരുടെ മക്കളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുക ആ അച്ഛൻ്റെ വാക്കുകളാണ്. ടീച്ചറെ, ഇത് മനഃപൂർവ്വമല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ടീച്ചറെ. പല കുടുംബങ്ങളിലും ഈ ഒരു വാക്ക് ആരെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണ്. ഞാൻ മനഃപൂർവ്വമല്ല നിന്നെ വേദനിപ്പിച്ചത്, എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് എൻ്റെ കുട്ടികളെ ഓർത്ത് ഭയമായിരുന്നു, എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്നാണ് അച്ഛൻ്റെ ആ വേദന പറയുന്നത്. ഒരു കുടുംബം സുഖപ്പെടുന്നത് എല്ലാവരും പെർഫെക്റ്റ് ആകുമ്പോഴല്ല, പരസ്പര ഉള്ളിലെ വേദനകൾ കാണാൻ തുടങ്ങുമ്പോഴാണ്. അമ്മ അച്ഛൻ്റെ ക്ഷീണം കാണട്ടെ, അച്ഛൻ അമ്മയുടെ ഭാരം കാണട്ടെ, മാതാപിതാക്കൾ കുട്ടികളുടെ ഭയം കാണട്ടെ, കുട്ടികൾ മാതാപിതാക്കളുടെ പരിശ്രമം കാണട്ടെ. അപ്പോൾ ആ വീട് വഴക്കിന്റെ ഇടമല്ലാതെ പരസ്പരം മനസ്സിലാക്കുന്ന സുരക്ഷിതമായ ഒരു ഇടമായി മാറും. അതാണ് യഥാർത്ഥത്തിൽ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. അവിടെയാണ് പഠനം സംസ്കാരമായി മാറുന്നത്. പഠനം സംസ്കാരമായാൽ പിന്നെ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷത്തോടെ മാർക്ക് വാങ്ങാനും പറ്റും. നാളെ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.